ലീച്ചിങ് പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന മണ്ണിനമേത്? ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ്. ചാലിയാർ നദി ഉദ്ഭവിക്കുന്നത് ഏത് മലനിരകളിൽ നിന്നാണ്? ഉത്തരം ഇളമ്പലേരി കുന്നുകൾ. തെന്മല ഡാം അഥവാ പരപ്പാർ അണക്കെട്ട് ഏതു നദിയിൽ? ഉത്തരം കല്ലടയാറിൽ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏത്? ഉത്തരം അങ്ങിണ്ടമുടി. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം പദ്ധതി ഏത് വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ശെന്തുരണി. തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമേത്? ഉത്തരം പീച്ചിവാഴാനി. കോഴിക്കോട് ജില്ലയിൽ 2010 രൂപീകൃതമായ കേരളത്തിലെ 16ാമത് വന്യജീവി സങ്കേതമേത്? ഉത്തരം മലബാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നതെവിടെ? ഉത്തരം പുറ്റടി. പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന വിളയേത്? ഉത്തരം കശുവണ്ടി. യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനമേത്? ഉത്തരം കുരുമുളക്. ഹ്യൂമസ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതും നിബിഡ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകവുമായ മണ്ണേത്? ഉത്തരം പർവ്വത മണ്ണ്. ഹിമാലയ പർവ്വതനിരകളുടെ ശരാശരി ഉയരമെത്ര? ഉത്തരം 6100 മീറ്റർ. ഇന്ത്യ, ചൈന, മ്യാൻമർ എന്നീ രാജ്യങ്ങളുടെ അതിർത്തി സംഗമ സ്ഥാനത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ചുരമേത്? ഉത്തരം ദിഫു ചുരം. അസമിൻ്റെ ദുഃഖം അഥവാ സോറോ ഓഫ് അസം എന്നറിയപ്പെടുന്ന നദിയേത്? ഉത്തരം ബ്രഹ്മപുത്ര. കശ്മീരിൻ്റെ കിരീടത്തിലെ രത്നം അഥവാ ജിവൽ ഇൻ ദ ക്രൗൺ ഓഫ് കശ്മീർ എന്നറിയപ്പെടുന്ന തടാകമേത്? ഉത്തരം ദാൽ തടാകം. ഇന്ത്യയുടെ ധാതു നിക്ഷേപത്തിൻ്റെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമേത്? ഉത്തരം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിംഹങ്ങൾ കാണപ്പെടുന്ന വനമായ ഗിർ വനം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഗുജറാത്തിൽ. നന്ദാദേവി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്ത്? ഉത്തരം ഉത്തരാഖണ്ഡ്. മാമ്പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാവിനം ഏത്? ഉത്തരം അൽഫോൺസോ. മാവൂർ ഗ്വാളിയർ റയോൺസ് ഫാക്ടറി കാരണം മലിനമാക്കപ്പെട്ട നദി ഏത്? ഉത്തരം ചാലിയാർ. കേരളത്തിൽ ജലമലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമേത്? ഉത്തരം ചാലിയാർ പ്രക്ഷോഭം. കനകവാഹിനി എന്നറിയപ്പെടുന്ന നദിയേത്? ഉത്തരം ചാലിയാർ. കുഞ്ഞാലിമരയ്ക്കാർ ജലോത്സവം നടക്കുന്ന നദിയേത്? ഉത്തരം ചാലിയാർ. ചാലിയാർ നദി അറബിക്കടലിൽ ചേരുന്നത് എവിടെ വെച്ച്? ഉത്തരം ബേപ്പൂരിൽ വെച്ച്. മലങ്കര അണക്കെട്ട് ഏത് നദിയിൽ? ഉത്തരം തൊടുപുഴയാർ. മുക്കാലി തടയണ ഏത് നദിയിൽ? ഉത്തരം ഭവാനി. മീങ്കര, ചുള്ളിയാർ, മംഗലം എന്നീ അണക്കെട്ടുകൾ ഏത് നദിയുടെ പോഷക നദികളിലാണ്? ഉത്തരം ഭാരതപ്പുഴയുടെ. കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ഏത്? ഉത്തരം ശെന്തുരുണി. എന്താണ് മിസ്റ്റിരിക്ക സ്വാംസ്? ഉത്തരം ശെന്തുരുണിയിലെ ശുദ്ധജല ചതുപ്പ് നിലങ്ങൾ. മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരെന്ത്? ഉത്തരം കക്കയം വന്യജീവി സങ്കേതം. കേരളത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ജില്ലയേത്? ഉത്തരം ഇടുക്കി. തൊട്ടടുത്ത സ്ഥാനത്ത് വയനാടാണ്. കേരളത്തിൽ ഇഞ്ചി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ജില്ലയേത്? ഉത്തരം വയനാട്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലമാണ്. ലോകത്ത് ആദ്യമായി വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം കുരുമുളകേത്? ഉത്തരം പന്നിയൂർ 1. കുരുമുളക് ചെടിയെ ബാധിക്കുന്ന പ്രധാന രോഗമേത്? ഉത്തരം ദ്രുതവാട്ടം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനമേത്? ഉത്തരം കുരുമുളക്. കേരളത്തിൽ കുരുമുളക് ഉത്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ജില്ലയേത്? ഉത്തരം ഇടുക്കി. കേരളത്തിൽ കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ജില്ലയേത്? ഉത്തരം കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി സംസ്കരണ ഫാക്ടറികൾ ഉള്ള ജില്ലയേത്? ഉത്തരം കൊല്ലം. ദിഫു ചുരം ഏത് സംസ്ഥാനത്ത്? ഉത്തരം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ചുരമേത്? ഉത്തരം പാങ്സൗ ചുരം. ബ്രഹ്മപുത്ര നദിയുടെ ഉദ്ഭവം കണ്ടെത്തിയതാര്? ഉത്തരം ഹെഡിൻ സ്വെൻ ആൻഡേഴ്സൺ. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയേത്? ഉത്തരം ബ്രഹ്മപുത്ര. ടിബറ്റിൽ ബ്രഹ്മപുത്ര ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സാങ്പോ. അസമിലെ കാസിരംഗ നാഷണൽ പാർക്ക് ഏത് നദിയുടെ തീരത്ത്? ഉത്തരം ബ്രഹ്മപുത്ര നദിയുടെ. അസമിലെ പ്രധാന നഗരമായ ദിബ്രുഗഡും ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ്. ദിഹാങ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം ബ്രഹ്മപുത്ര. ഹസ്രത് ബാൽ പള്ളി ഏത് തടാകത്തിന് തീരത്താണ്? ഉത്തരം ദാൽ തടാകത്തിന് തീരത്ത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മാമ്പഴം ഉത്പാദിപ്പിക്കുന്ന രാജ്യമേത്? ഉത്തരം ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് എവിടെ? ഉത്തരം ദാൽ തടാകത്തിൽ.
ദാൽ തടാകത്തിലെ ഒഴുകുന്ന പൂന്തോട്ടങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം റാത്ത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഉയർന്ന സമതലങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പാറ്റ് ലാൻഡ്സ്. രോധവും യത്നവും തമ്മിലുള്ള അനുപാത സംഖ്യ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം യാന്ത്രിക ലാഭം. ഒന്നാം വർഗ ഉത്തോലകങ്ങളുടെ യാന്ത്രിക ലാഭം എത്രയാണ്? ഉത്തരം ഇത് ഒന്നോ ഒന്നിൽ കുറവോ ഒന്നിൽ കൂടുതലോ ആയിരിക്കും. രണ്ടാം വർഗ ഉത്തോലകങ്ങളുടെ യാന്ത്രിക ലാഭം എത്രയാണ്? ഉത്തരം എല്ലായ്പ്പോഴും ഒന്നിൽ കൂടുതൽ. മൂന്നാം വർഗ ഉത്തോലകങ്ങളുടെ യാന്ത്രിക ലാഭം എത്രയാണ്? ഉത്തരം എല്ലായ്പ്പോഴും ഒന്നിൽ കുറവ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശമേത്? ഉത്തരം ഉത്തര മഹാസമതലം. ഇത് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നും അറിയപ്പെടുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനമേത്? ഉത്തരം ഉഷ്ണമേഖലാ മഴക്കാടുകൾ. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏത്? ഉത്തരം സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ നിത്യഹരിത വനപ്രദേശമേത്? ഉത്തരം സൈലന്റ് വാലി. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചതാര്? ഉത്തരം അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം ജലം ഉത്പാദിപ്പിക്കുന്നത്. ഹൈഡ്രജൻ കണ്ടെത്തിയതാര്? ഉത്തരം ഹെൻറി കാവൻഡിഷ്. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചതാര്? ഉത്തരം ജോൺ ജോസഫ് മർഫി. റബ്ബർ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ജില്ല ഏത്? ഉത്തരം കോട്ടയം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത്? ഉത്തരം വയനാട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമേത്? ഉത്തരം പൂക്കോട്. ഇന്ത്യയിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ടേത്? ഉത്തരം ബാണാസുര സാഗർ. ബാണാസുര സാഗർ ഡാം ഏത് നദിയിലാണ്? ഉത്തരം കബനി നദിയുടെ പോഷക നദിയായ കരമനത്തോട്ടിൽ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശമേത്? ഉത്തരം നീലഗിരി കുന്നുകൾ. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളേവ? ഉത്തരം ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരളം, തമിഴ്നാട്. പൂർവ്വഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളേവ? ഉത്തരം ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, കർണാടക. പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമേത്? ഉത്തരം നീലക്കുറിഞ്ഞി. കേരളത്തിലെ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏത്? ഉത്തരം കുമിളി ഗ്രാമപഞ്ചായത്ത്. പഴയകാലത്ത് ഗൗണാർ എന്നറിയപ്പെട്ട നദി ഏത്? ഉത്തരം മീനച്ചിലാർ. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി ഏത് ദേശീയോദ്യാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഇരവികുളം ദേശീയോദ്യാനം. പഴശ്ശിരാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരനാര്? ഉത്തരം KM പണിക്കർ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര്? ഉത്തരം പട്ടം താണുപിള്ള. സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണേത്? ഉത്തരം ലവണമണ്ണ്. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ സദ്ഭാവനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം രാജീവ് ഗാന്ധിയുടെ. പ്രൈമറി തലത്തിലെ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനായി നടപ്പാക്കിയ പദ്ധതി ഏത്? ഉത്തരം ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. 2025 എഴുത്തച്ഛൻ അവാർഡ് നേടിയതാര്? ഉത്തരം KG ശങ്കരപിള്ള.